ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാനെൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ സഭായോഗം നാം ചേർന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്ക് പ്രാർത്ഥനയോട് എല്ലാവരും അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഹൃദയ നിലങ്ങൾ ഒരുങ്ങപ്പെടുകയും നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യുവാനായിട്ട് എല്ലാവർക്കും ഇടയാകട്ടെ. എല്ലാവർക്കും കഴിയുന്നത്രയും അതാത് സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ, ദൈവിക സന്നിധിയെ മാനിച്ച് ഹല്ലേലൂയ എഴുന്നേറ്റ് നിൽക്കുകയും ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങളിൽ കൊയർ നമ്മെ ലീഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയനിലങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് സമർപ്പിക്കപ്പെടുകയും ഒരുങ്ങപ്പെടുകയും ചെയ്യുവാനായിട്ട് ഇടയാകട്ടെ. കർത്താവിനെ സ്തുതിക്കുവാനായിട്ട്, മഹത്വപ്പെടുത്തുവാനായിട്ട്, ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കുവാനായിട്ട്, മഹത്വത്തിന് യോഗ്യനായവനെ ഹല്ലേലൂയ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. മൂപ്പന്മാർ കിരീടങ്ങൾ താഴെയിട്ട് വണങ്ങുന്നവനെ, സറാബുകൾ സ്വർഗത്തിൽ ഹല്ലേലൂയ അവൻ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് വണങ്ങുന്നവനെ ഒന്നിച്ച് ചേർന്ന് പാടി സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിക്കാം. എല്ലാവർക്കും സമർപ്പണത്തോട് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ എന്നുള്ള പാട്ട് പാടുമ്പോൾ സമർപ്പണത്തോട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. നഷ്ടമായി
എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എന്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എന്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്നെ മുറ്റും തരുന്നിതാ. എന്നെ മുറ്റും തരുന്നിതാ. കരുണാസമ്പൂർണനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. വിശുദ്ധ സഭായോഗമായി കർത്താവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഞങ്ങൾക്ക് ഒന്നിച്ച് ഏകഹൃദയത്തോടെ ഏക മനസ്സോടെ അവിടുത്തെ പാദപീഠ ചേർന്ന് വരുവാൻ അവിടെ നിങ്ങൾക്ക് തരുന്ന എല്ലാ നല്ല അവസരത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച വട്ടം കൂടെ ഞങ്ങളെ വിട്ട് കടന്നുപോയി. സംഭവകുലമായി ലോകത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവെ, അവിടെ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. കണ്ണിലെ കൃഷ്ണമണി പോലെ കർത്താവ് ഞങ്ങളെ ഓരോ ദിവസവും പരിപാലിക്കുന്ന, ജീവനും ഭക്തിക്കുമുള്ളതെല്ലാം തന്ന് ഞങ്ങളെ നടത്തുന്ന അവിടുത്തെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ വീണ്ടും നന്ദി പറയുന്നു. കർത്താവേ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് അരുളി ചെയ്തതുപോലെ ഈ കാലഘട്ടത്തിൽ അവിടുത്തെ ആത്മാവിനാൽ കർത്താവ് ഞങ്ങളെ ഭരിച്ച് നയിക്കുന്നതോർത്ത് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ മക്കളായ അടിയങ്ങൾ കർത്താവെ ഒന്നിച്ച് അവിടുത്തെ പാദപീഠ ചേർന്ന് വന്നിരിക്കുന്നു. അങ്ങയുടെ സന്തോഷം ഞങ്ങൾ അനുഭവിപ്പാൻ, സ്വർഗീയ സന്നിധിയിലെ സന്തോഷം ഞങ്ങൾ ചേർന്ന് അനുഭവിപ്പാൻ, പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തി അങ്ങയെ വണങ്ങുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ വലിയ സന്ദർഭം, വലിയ ഭാഗ്യം കർത്താവെ ഞങ്ങൾക്ക് അനേകർക്ക് ഹല്ലേലൂയ, ഞങ്ങളിൽ അനേകർക്ക് ഹല്ലേലൂയ, ഞങ്ങളെക്കാൾ അനേകം നല്ലവർക്ക് ഈ ഭാഗ്യം ലഭിക്കാതെ ഇരിക്കുമ്പോൾ കർത്താവിനെ സ്തുതിക്കുവാനും ഹല്ലേലൂയ അവിടുത്തെ സന്നിധിയിലെ സന്തോഷം ചേർന്ന് അനുഭവിപ്പാനും കർത്താവ് ഞങ്ങൾക്ക് തരുന്ന നല്ല സാവകാശത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഒന്നിച്ച് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ പാടുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട്, സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്, അങ്ങയുടെ ഹല്ലേലൂയ കർത്താവെ മുഖത്തിൻ്റെ ശോഭ കണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ ഞങ്ങൾക്കിടയാക്കി തിരുവചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങളുടെ മുന്നിൽ തുറന്നു തന്നാട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിവിലേജുകൾ, ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ, ഞങ്ങളുടെ പ്രത്യാശയൊക്കെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുവാൻ അവിടെ നിങ്ങളെ സഹായിക്കേണ്ടതിനാണ് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ യൗവനക്കാർക്കായിട്ട്, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ മാതാപിതാക്കൾക്കായിട്ട് കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാണ്, ഞങ്ങളെ തൊടുമാറാകണം. അല്ലെങ്കിൽ കർത്താവെ ഞങ്ങളുടെ നാമത്തിന് മഹത്വമായി ഞങ്ങളെ ഉപയോഗിക്കുമാറാകണം. അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ പകരപ്പെടുമാറാകണം. അവിടുത്തെ മഹിമ കണ്ട സാക്ഷികളായി
കർത്താവിന് വേണ്ടി നിൽപ്പാൻ നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുൻപാട് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, അതിയോടൊന്നും അവിടുത്തെ കൃപ കൂടെ ഇരിക്കും. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. അനുഗ്രഹീതമായ ദൈവിക സാന്നിധ്യത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും അതാത് സ്ഥലങ്ങളിൽ ഇരിക്കാം, ചേർന്ന് പാടി നാം കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പോവുകയാണ്. ഈ ഒരു അവസരമാണ് നമുക്ക് ഇടം മറന്ന് പരിസരം മറന്ന് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ദൈവം നമുക്ക് തരുന്ന സാവകാശം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ, ഹല്ലേലൂയ, പാടി ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കുവാൻ. ഹല്ലേലൂയ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകിയാൽ പാടിടും ഞാൻ ഉലകിൽ എന്നുള്ള പാട്ട്, ഹല്ലേലൂയ, നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. എന്റെ ബലമായ കർത്തനിൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനിൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഹല്ലേലൂയ, ഗീതം പാടി
അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. ആ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. മാറും മനുജരെല്ലാം മഹിതലമതു തീജ്വാലക്കിരയായി മാറുകിലും. മാറും മനുജരെല്ലാം മഹിതലമതു തീജ്വാലക്കിരയായി മാറുകിലും. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിൻ നാളാസന്നമായി. ഹല്ലേലൂയ. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിൻ നാളാസന്നമായി. ആ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. ആ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും. എന്റെ ബലമായ കർത്തൻ, എന്റെ ബലമായ കർത്തനിൽ ശരണമതാകയാൽ പാടിടും ഞാനുലകിൽ. എന്റെ ബലമായ കർത്തനിൽ ശരണമതാകയാൽ പാടിടും ഞാനുലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ആ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. ആ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹീതമായ ദൈവിക സാന്നിധ്യത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വാസ്തവത്തിൽ നാം ആരെയാണ് വാഴ്ത്തി വണങ്ങുന്നത്, നാം ആരെയാണ് സ്തുതിക്കുന്നത് എന്നുള്ള ആ ഒരു സന്തോഷം, ആ ഒരു സത്യം നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ ഓർത്ത് ഹല്ലേലൂയ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും പാടി സ്തുതിക്കുവാനും ഒക്കെ ലഭിക്കുന്ന ആ വലിയ അവസരത്തിൽ ഹല്ലേലൂയ ഇതുപോലുള്ള ആ പാട്ട് പാടി സ്തുതിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന സന്തോഷം, അതിനായിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഉള്ളം കലങ്ങുന്ന നേരത്ത് ഉർവിക്ക് അധീശൻ താൻ എന്നുടെ ആശ്വാസകനായി നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ള വലിയ വാഗ്ദത്തം, ഉള്ളം കരത്തിൽ വരച്ചവൻ ഉർവിക്ക് അധീശൻ താൻ എന്നുടെ ആശ്വാസകൻ എന്നൊക്കെ ചേർന്ന് പാടുവാൻ കർത്താവ് നമുക്ക് തരുന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒന്നിച്ച് സന്തോഷിപ്പാനായിട്ട് ദൈവം ഇടയാക്കുന്നല്ലോ. വീണ്ടും സമർപ്പണത്തോടെ നാം ഒരു പാട്ട് കൂടെ പാടുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് ഇടപെടേണ്ടതിനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോട് കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച എല്ലാ ഹല്ലേലൂയ പങ്കപ്പാടുകളെയും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്കിടയാകട്ടെ. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു എന്നുള്ള പാട്ട് കൊയർ ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് സമർപ്പണത്തോടെ ആ പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ
സ്തുതി നിനക്കെന്നും ചീറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരുദിനായി. ലഭിക്കും നിശ്ചയം എൻ വിരുദെനിക്കും ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. വിശ്വാസത്തോടെ പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോൾ നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജൻ മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. മനോഹരമാം സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകതെ നീങ്ങിപ്പോ അവിടെ എത്തുമ്പോൾ നിത്യമാം സന്തോഷം പ്രാപിക്കും അന്നു ഞാൻ. എൻ ശത്രുവിനതു എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിയിടും സാനന്ദം പാടിടും ശ്രീയേശുരാജൻ മുൻപാകെ. ആനന്ദം കൂടിടും സാനന്ദം പാടിടും ശ്രീയേശുരാജൻ മുൻപാകെ. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും. ഓ മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. നന്ദിയോടെ നന്ദിയോടടി വണങ്ങും. നന്ദിയോടടി വണങ്ങും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക സാന്നിധ്യത്തിനായിട്ട്, കർത്താവിൻ്റെ കരുതലുകൾക്കായിട്ട്, ഹല്ലേലൂയ, ദൈവനാമത്തിന് മഹത്വമായി നിൽക്കുവാൻ ദൈവം നമുക്ക് തരുന്ന ഭാഗ്യത്തിനായിട്ട്, കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഒക്കെ തരുന്ന മുഖാന്തരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ വാഴ്ത്തി വണങ്ങി, ഹല്ലേലൂയ, അങ്ങനെ ആയിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ശുശ്രൂഷകൾ നടപടിയായിട്ട് മുന്നോട്ട് നടക്കണമല്ലോ. നാം ബൈബിൾ റീഡിങ്ങിനായിട്ട് കിടക്കുകയാണ്. ബൈബിൾ റീഡിങ്ങിനായിട്ട് എല്ലാവരും, ബൈബിൾ കരങ്ങളിലുള്ളവരെല്ലാവരും ബൈബിൾ എടുക്കുകയും തിരുവചനത്തിൽ നിന്ന് നാം കേൾക്കുവാനായിട്ട് പോവുകയാണ്. ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ബ്രദർ ചെറിയാൻ കുഞ്ഞ് മുന്നോട്ട് കടന്നു വരികയും ബൈബിൾ റീഡിങ്ങിൽ നമ്മെ സഹായിക്കുകയും ചെയ്യും. കോട്ടയത്ത് നിന്ന് ബ്രദർ ചെറിയാൻ കുഞ്ഞ് നമ്മളോടൊപ്പം ഉണ്ട്. താൻ മുന്നോട്ട് കടന്നു വരികയും ബൈബിൾ റീഡിങ്ങിൽ നമ്മെ സഹായിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവവചനത്തിൽ നിന്ന് ദൈവവചന ഭാഗം നമുക്ക് വായിച്ചു കേൾപ്പാം. അതിനായി യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറിച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായി ഇരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമൊന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്കു തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി തന്നെത്താൻ താഴ്ത്തി. വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്തുനിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം അവനു ദണ്ഡനം വന്നുമെന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു? അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെയും ഇരുന്നിട്ടും അവർ അവനു ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. ആമേൻ, ആമേൻ, ആമേൻ. വായിച്ചു കേട്ട അനുഗ്രഹീതമായ വേദഭാഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കരയറ്റാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ വായിച്ചു കേട്ട എല്ലാ വേദഭാഗങ്ങളും നമുക്ക് അനുഗ്രഹമായി തരുവാൻ, ആ ഓരോ വാക്യങ്ങളും നമ്മളോട് സംസാരിക്കുവാൻ, അത് നമുക്ക് എല്ലാ നിലയിലും ഈ ഒരാഴ്ചവട്ടം മുഴുവനും അനുഗ്രഹമായി തരുവാൻ, അതിലൂടെ കർത്താവ് നമ്മളോട് ഇടപെടേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ, ഹല്ലേലൂയ, ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ എഴുതപ്പെട്ട തിരുവചനം, അതിനുശേഷമാണ് ഭൂമിയിൽ അത് എഴുതപ്പെടുവാനായിട്ട് ഇടയായത് തന്നെ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന A to Z, ഹല്ലേലൂയ, തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ കാര്യങ്ങളും, ഹല്ലേലൂയ, പരിശുദ്ധ ആത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവിക അരുളപ്പാടുകളാണ്. ആ വാക്യങ്ങൾക്കായിട്ട് നമ്മൾ കേട്ട എല്ലാ ദൈവവചനത്തിനായിട്ടും ദൈവത്തിനെ നമുക്ക് മഹത്വപ്പെടുത്താം, ദൈവത്തെ സ്തുതിക്കാം. കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. തുടർമാനമായിട്ട് നാം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചില വിഷയങ്ങൾക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കൊന്നിച്ച് എല്ലാവർക്കും ചേർന്ന് ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞാൻ ഈ വിഷയങ്ങളെ പറയുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്താട്ട്. പ്രധാനമായും 5 വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയെ ലോകമെമ്പാടും അറിയിക്കുവാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഗ്രേറ്റ് കമ്മീഷനുണ്ട്. ഹല്ലേലൂയ. ലോകത്തിൻ്റെ പാപങ്ങളെ ദൈവം കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോരുന്നു. ആ നിരപ്പിൻ്റെ ശുശ്രൂഷ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീരുമ്പോൾ ആ ക്രൂശിലെ വിശ്വാസത്താൽ, ആ ക്രൂശിലൂടെ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ ലോകത്തിൻ്റെ പാപങ്ങളെ പിതാവായ ദൈവം കണക്കിടാതെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മെ പിതാവായ ദൈവത്തോട് നിരപ്പിച്ചിരിക്കുന്നു. ആ നിരപ്പിൻ്റെ ശുശ്രൂഷ പ്രസിദ്ധമാക്കുവാൻ സ്വർഗത്തിൻ്റെ അംബാസിഡേഴ്സായി, യേശു ക്രിസ്തുവിൻ്റെ അംബാസിഡേഴ്സായി നമ്മെ ലോകമെമ്പാടും കർത്താവ് അയച്ചിരിക്കുന്നു. ആ വലിയ ഉത്തരവാദിത്വമാണ് ദ ഗേറ്റ് മിനിസ്ട്രീസ് ഏറ്റെടുത്തിരിക്കുന്നത്.
ആ വലിയ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുവാൻ വേണ്ടുന്ന എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും കർത്താവ് നമ്മുടെ മേൽ പകരേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. രണ്ടാമത്, ആ ശുശ്രൂഷ എത്രയും ഭംഗിയായി അനേക ആയിരങ്ങളിൽ എത്തിക്കുവാൻ ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അനേക പോഷക സംഘടനകളുണ്ട്. എല്ലാ ആ സംഘടനകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് ചർച്ചിനായിട്ട് പ്രാർത്ഥിക്കാം, തുറന്നോസിൻ്റെ പാഠശാല എന്ന ബൈബിൾ ക്ലാസ്സിനായിട്ട് പ്രാർത്ഥിക്കാം, അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിനായിട്ട് പ്രാർത്ഥിക്കാം, ദ TGTV എന്ന TV ബ്രോഡ്കാസ്റ്റിംഗ് പ്രോഗ്രാമിനായിട്ട് പ്രാർത്ഥിക്കാം, നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം, അങ്ങനെ ഇന്നർ സർക്കിളിനായിട്ട് പ്രാർത്ഥിക്കാം, ICPMനായിട്ട് പ്രാർത്ഥിക്കാം. അനേക കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് ആരംഭിച്ചിരിക്കുന്നു. അതെല്ലാം അനുഗ്രഹത്തോട് നിറപടിയായി നിവർത്തിക്കുവാൻ വേണ്ടുന്ന എല്ലാ കൃപകളും ദൈവം പകരേണ്ടതിനായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അനേക ആയിരങ്ങളെ ഈ സത്യം അറിയിക്കുക, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ വലിയ ഉത്തരവാദിത്വം നിറപടിയായി നിവർത്തിക്കുവാൻ വേണ്ടുന്ന എല്ലാ ദൈവിക കൃപകളും നമ്മുടെ മേൽ പകരപ്പെടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മറ്റ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി ആരംഭിച്ചിരിക്കുന്ന കൂട്ടായ്മകൾ, ഫെലോഷിപ്പുകൾ, ചർച്ചുകൾ, ബൈബിൾ ക്ലാസുകൾ ഒക്കെ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട് സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുവാനും പഠിക്കുവാനും ആയിരങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈ ദൈവസ്നേഹം എത്തിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിൽ നടക്കുന്ന എല്ലാ കൂട്ടായ്മകൾക്കായിട്ട്, ബൈബിൾ ക്ലാസ്സുകൾക്കായിട്ട്, ഫെലോഷിപ്പുകൾക്കായിട്ട്, സഭായോഗങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കോട്ടയത്തിനായിട്ട്, ചങ്ങനാശ്ശേരിക്കായിട്ട്, സുൽത്താൻ ബത്തേരിക്കായിട്ട്, അതുപോലെ തന്നെ അടിമാലിക്കായിട്ട് ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയെല്ലാം നടക്കുന്ന പ്രവർത്തനങ്ങൾ അനുഗ്രഹത്തോട് നിറപടിയായി നിവർത്തിക്കുവാൻ കർത്താവിൻ്റെ ദാസന്മാരെ ദൈവം അധികാരപ്പെടുത്തി ഉപയോഗിക്കേണ്ടതിനായിട്ട് വിശേഷാൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ അനേകർ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള വിഷയങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലെല്ലാം കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ ആരോഗ്യവും ബലവും സമാധാനവും സന്തോഷവും സൗഖ്യവും ഒക്കെ കർത്താവ് പകരേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പലരും നന്ദി വാചകങ്ങളാൽ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നവരായി നമ്മളോട് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. അതിനെല്ലാം കർത്താവ് പ്രതിഫലം കൊടുത്ത് വീണ്ടും അവരെ മാനിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ ഓരോ സംവത്സരം കൂടെ പിന്നിടുവാൻ കർത്താവ് ഭാഗ്യം കൊടുത്തവരുണ്ട്. എല്ലാവർക്കുമായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ഈ വിശുദ്ധ സഭായോഗത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ചില വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർ നമ്മളോടൊപ്പം ആയിരിക്കുന്നുണ്ട്. അവരെ ഞാൻ വിശ്വാസ കണ്ണിൽ കണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. അവരുടെ സമസ്ത വിഷയങ്ങളിലും കർത്താവിൻ്റെ കരം കൂടെ ഇരുന്ന് അവരെ സഹായിക്കുകയും അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ വിടുതൽ കാണുവാൻ ദൈവം സഹായിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഈ വിശുദ്ധ സഭായോഗത്തിൽ ചേർന്ന് വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയതിനാൽ അവർ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ഭരിച്ച് നടത്തും. നമ്മൾ വേണ്ടുന്ന എല്ലാ ദൈവിക ആലോചനകളും കർത്താവ് നമ്മളെ കേൾപ്പിക്കുവാനും ദൈവിക സന്തോഷം നമ്മൾ അനുഭവിപ്പാനും കർത്താവ് ഇടയാക്കേണ്ടതിനായിട്ട് ഹല്ലേലൂയ. തുടർന്നുള്ള ശുശ്രൂഷകൾ പരിപൂർണമായി ദൈവിക ആലോചനയിലും ദൈവഹിതപ്രകാരവുമായിരിക്കാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായിട്ട് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിനായിട്ടും ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം. ഒരിക്കൽ കൂടി ഈ പറയപ്പെട്ട എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണാസമ്പൂർണനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന സമസ്ത വിഷയങ്ങൾക്കായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൃക്കരം അതിൻ്റെ മേൽ വെച്ചിരിക്കുന്നതിനാൽ സൗഖ്യവും സമാധാനവും വിടുതലും ഒക്കെ കർത്താവ് അയച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനവുമായി ലോകവും പാടും അവിടുത്തെ സാക്ഷികളായി നിൽക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നതിനാൽ ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും കർത്താവ് സൗഖ്യവും സമാധാനവും വിടുതലും അയച്ചിരിക്കുന്നതിനാലും ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ പാതപിടുത്തങ്ങൾ ഞങ്ങൾ അല്പം സമയം കൂടി ആയിരിക്കുന്നു. തിരുവചനത്തിൽ ഞങ്ങളോട് ഇടപെടുമാറാകണം. അവിടുത്തെ ഇമ്പമേറിയ സ്വരം കേൾക്കുവാൻ അടിയനോട് അരുളി ചെയ്യണമേ എന്നുള്ള ആത്മസമർപ്പണത്തോട് ഞങ്ങളായിരിക്കുന്നു. കൃപ കൂടെ ഇരിക്കും പരവനായിട്ട് ഞങ്ങളെ ഒരുക്കും. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം സ്വർഗ്ഗ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുവാനും കർത്താവിനെ പാടി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും ഒക്കെ ദൈവം തന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഈ വിശുദ്ധ സഭായോഗത്തിൽ ലൈവായിട്ട് ഒന്നിച്ച് ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയെയും അറിയിക്കുന്നു. കർത്താവ് നമ്മളോട് എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് ദൈവിക സാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നാം അല്പസമയം തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. എന്നാൽ അതിനു മുൻപായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഇന്ന് 98ാമത്തെ സഭായോഗമായിട്ടാണ് നാം ദൈവത്തിൻ്റെ സന്നിധിയോട് ചേർന്ന് വന്നിരിക്കുന്നത്. അടുത്ത 2 ആഴ്ചയോടെ കഴിയുമ്പോൾ സെപ്റ്റംബർ 1-ാം തീയതി 100ാമത്തെ സഭായോഗമായിട്ട് കർത്താവ് അനുവദിച്ചാൽ നാം ഒന്നിച്ചു കൂടി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ആ 100ാമത്തെ സഭായോഗത്തിന് ശേഷം നമ്മൾ ഈ ഓൺലൈനിൽ കൂടിയുള്ള സഭായോഗം ഒന്ന് ഹോൾഡ് ചെയ്യുവാനായിട്ട് ഗേറ്റ് മിനിസ്ട്രീസ് ഇന്നർ സർക്കിൾ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നു, ആഗ്രഹിക്കുന്നു. കാര്യം അതിനുശേഷമുള്ള അനേക വിഷയങ്ങൾ ആദ്യകാലങ്ങളിൽ നമ്മൾ ചെയ്തിരുന്നത് പോലെ എപ്പിസോഡുകളായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ചില വിഷയങ്ങൾ കൂടുതൽ പഠിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിൽ അല്പം കൂടെ കൂടുതൽ സമയം ചിലവാക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും, നോർത്ത് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ സൂം മീറ്റിങ്ങിലൂടെ പല സഭായോഗങ്ങളും നടക്കുന്നുണ്ട്. എനിക്കും പല മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുവാനായിട്ട് അതിലൂടെ കഴിയും. അവരെയൊക്കെ ആ വിഷയത്തിൽ ഉത്സാഹിപ്പിക്കുവാനായിട്ട് കഴിയും. കേരളത്തിൽ, മലയാളത്തിൽ നമുക്ക് നടക്കുന്ന ഈ ഓൺലൈൻ മീറ്റിംഗ് നമുക്ക് കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും അടിമാലിയിലും ബത്തേരിയിലും ഒക്കെ നമുക്ക് ഓഫ്ലൈൻ ആരാധന തിരുമേശയോടുകൂടി അവിടെ നടക്കുന്നുണ്ട്. കടന്നു പോകുവാൻ കഴിയുന്നവർക്കൊക്കെ ആ മീറ്റിങ്ങുകളിൽ ചെന്ന് സംബന്ധിക്കുവാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. എന്നിരുന്നാലും എനിക്കറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മളോട് ചേരുന്നവരുണ്ട്. അവർക്ക് ഈ ആരാധന തീർച്ചയായിട്ടും മിസ്സാകും. എന്നാൽ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അങ്ങനൊരു ആഗ്രഹം, അങ്ങനൊരു ആവശ്യം തീർച്ചയായിട്ടും അനിവാര്യമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ വീണ്ടും പുനർചിന്തിക്കും. എന്നാൽ തൽക്കാലം ഞായറാഴ്ചയിലെ ഓൺലൈൻ സഭായോഗങ്ങൾ 100ാമത്തെ ആരാധനയ്ക്ക് ശേഷം ഒന്ന് ഹോൾഡ് ചെയ്യുവാനും അതിനുശേഷം എപ്പിസോഡുകളായിട്ട് എല്ലാ ബുധനാഴ്ചകളിലും കഴിയുമെങ്കിൽ 1-2 എപ്പിസോഡുകൾ ആഴ്ച തോറും ചെയ്യുവാനും ഒത്തിരി വിഷയങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തുവാനും കൃപയിൽ ഞാനും ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള അല്പസമയം ഒരു ദൈവിക വചന ചിന്തയുമായിട്ട് നിങ്ങളോടൊപ്പമായിരിക്കുവാൻ കർത്താവിൽ ആശിക്കുന്നു. അതിന് ഞാനിന്ന് ടൈറ്റിലായിട്ട് കൊടുക്കുന്നത് ക്രൈസ്റ്റ് ടു പോൾ ത്രൂ പോൾ, നോ മോർ നോ ലെസ് എന്നൊരു വിഷയമാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി, കർത്താവായ യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലനിൽ കൂടി നമ്മളെ അറിയിച്ചിരിക്കുന്ന ഒരു ദൈവിക പദ്ധതിയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭ. അത് വേറെ ഒന്നിലും അല്ല, വേറെ അതിൻ്റെ കൂടെ ഒന്നും ചേർക്കുവാൻ പാടില്ല, അതിൽ നിന്നും ഒന്നും എടുത്തു കളയുവാനും പാടില്ല. നത്തിങ് മോർ, നത്തിങ് ലെസ്. ഇറ്റ് ഈസ് ഫ്രം ക്രൈസ്റ്റ് ജീസസ് ത്രൂ പൗലോസ് പോൾ നമ്മെ ദൈവം അറിയിച്ചിരിക്കുന്ന ആ ഒരു ദൈവിക പദ്ധതിയാണ് ചർച്ച് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവികോപദേശം. ഹല്ലേലൂയ. ആ കാര്യത്തെ ഒന്ന് വ്യക്തമായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നു തരുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയം ഇന്ന് നാമധേയ ക്രിസ്ത്യാനികളായിരിക്കുന്ന നമ്മുടെ ചുറ്റും കാണുന്ന ക്രിസ്തീയ വിശ്വാസികൾക്ക് ഉൾക്കൊള്ളുവാനോ ഇത് മനസ്സിലാകുവാനോ കഴിയത്തില്ല. കാരണം നമ്മുടെ വിശ്വാസം മുഴുവനും പഴയ നിയമത്തിലും പിതാക്കന്മാരിലും പ്രവാചകന്മാരിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ മിനിസ്ട്രിയിലും അതിനുശേഷം കർത്താവ് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർ ആ അപ്പോസ്തോലിക ഉപദേശങ്ങളിലും ഒക്കെ കൂടെ ക്രിസ്തീയ വിശ്വാസം വന്നിരിക്കുന്നുവെന്ന് ബ്ലൈറ്റൻ്റ്ലി നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു, കണ്ണടച്ച് നാം വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ദൈവം പൗലോസ് അപ്പോസ്തലനിൽ കൂടി നമുക്ക് തന്ന ഒരു ദൈവിക പദ്ധതിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളുവാൻ അനേകർക്ക് ഇന്ന് കഴിയാതെ പോയിരിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എല്ലാ മതവിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അതിൻ്റെ ആധ്യാത്മിക നേതാക്കന്മാരാണ് ആ വിശ്വാസം ആരംഭിച്ചിരിക്കുന്നത്. അവരിലൂടെയാണ് ഈ ആചാരങ്ങൾ ലോകത്തിന് പകർന്നു കൊടുത്തിരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസം, ബുദ്ധമതവിശ്വാസം, ജൈനമതവിശ്വാസം, ഇസ്ലാം വിശ്വാസമൊക്കെ അവർ നോക്കുമ്പോൾ എല്ലാം അതിൻ്റെ ആധ്യാത്മിക നേതാക്കന്മാർ അവർ ലോകത്തിൽ വന്ന് എന്ത് പറഞ്ഞു, എന്ത് പഠിപ്പിച്ചു, അവരിൽ കൂടെയാണ് ആ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വരികയും കർത്താവ് ഈ ലോകത്തിൽ 33.5 വർഷമായിരിക്കുകയും ചെയ്തു. താൻ പഠിപ്പിച്ച പഠിപ്പീരുകളും കർത്താവ് കൈമാറിയ 12 ശിഷ്യന്മാരിലൂടെ ലോകത്തെ അറിയിച്ച ഉപദേശങ്ങളുമാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് ക്രിസ്ത്യാനി വിശ്വസിച്ചിരിക്കുന്നു. അതിലെന്താണ് തെറ്റ്? അതാണല്ലോ ക്രിസ്തീയ വിശ്വാസം എന്ന് തന്നെ കേൾക്കുന്നവർ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അത് ക്രിസ്ത്യാനിറ്റി അല്ല, ക്രിസ്തീയ വിശ്വാസവുമല്ല.
കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പാനോ ക്രിസ്തീയ മതം ആരംഭിക്കുവാനോ ആ ഒരു വിശ്വാസം പകരുവാനോ ഒന്നുമല്ല. കർത്താവ് ലോകത്തിൽ വന്നത് വാഗ്ദത്ത മശിഹയായിട്ടാണ്. കർത്താവ് പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും മോശയ്ക്കും ദാവീദിനും ഒക്കെ അവരിൽ കൂടെയൊക്കെ ചെയ്തിരിക്കുന്ന ഉടമ്പടികളും പ്രമാണങ്ങളും അവർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് കർത്താവ് ലോകത്തിൽ പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി ലോകത്തിലേക്ക് വന്നു. എന്നെ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല എന്ന് കർത്താവ് വായ്മൊഴിയായിട്ട് പറഞ്ഞിട്ടും നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട് ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല. ആക്ച്വലി ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ മിനിസ്ട്രിയിൽ കൂടി, കർത്താവിൻ്റെ ആ ലോകത്തിലെ മിനിസ്ട്രിയിൽ കൂടി പകരപ്പെട്ട ഒരു ഉപദേശമേ അല്ല. മറിച്ച് കർത്താവിൻ്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം, സ്വർഗാരോഹണത്തിന് ശേഷം കർത്താവ് സ്വർഗത്തിൽ നിന്നും ഒരു അപ്പോസ്തലനെ, അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ ഏകദേശം 1 വർഷത്തോളം കഴിഞ്ഞു എന്ന് ഓർക്കണമോ? അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം ആരംഭിക്കുമ്പോൾ കർത്താവിൻ്റെ മരണ പുനരുദ്ധാനത്തിനും ഈ അപ്പോസ്തല പ്രവൃത്തികൾ 9-നും ഏകദേശം 1 വർഷത്തെ ഏറെ ഗ്യാപ്പ് സമയമുണ്ട്. അപ്പോൾ അതിനുശേഷം കർത്താവ് സ്വർഗത്തിൽ നിന്നും ഒരു അപ്പോസ്തലനെ ഇതിനുവേണ്ടി നിയോഗിക്കുക, അതിനുവേണ്ടി അപ്പോയിന്റ് ചെയ്തിട്ട് തന്നിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഒരു സ്വർഗീയ പദ്ധതിയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ക്രിസ്ത്യാനിക്ക് ഈ വിഷയമേ അറിയത്തില്ല. നാം ഇന്ന് പിതാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും പിതൃപാരമ്പര്യങ്ങളിലും സമ്പ്രദായങ്ങളിലും വല്ലാതെ അകപ്പെട്ടിരിക്കുക. അവിടെയാണ് ഒരല്പം വെളിച്ചം വീശുവാൻ ഗേറ്റ് മിനിസ്ട്രി ബന്ധപ്പെടുന്നത്. ഈ ഒരു സത്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 2000 വർഷമായിട്ട് ഈ ഒരു ബ്ലേറ്റന്റ് ലൈ, ഈ ഒരു ഈ ഒരു തെറ്റായ ഉപദേശം പരന്നിരിക്കുന്നതിനാൽ കണ്ണിൽ ഒരുമാതിരി ചെതുമ്പൽ മൂടുന്നത് പോലെ, പാട മൂടുന്നത് മാതിരി ഈ ഒരു വിശ്വാസം മൂടിയിരിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്ത് വേറൊന്നും മനസ്സിലാക്കുവാൻ ആർക്കും താല്പര്യവുമില്ല, പറഞ്ഞാലോട്ട് വിശ്വസിക്കത്തുമില്ല. ബൈബിളിൽ നിന്ന് നമ്മൾ എന്തെല്ലാം എടുത്തു കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിലൊന്നും ജനം വിശ്വസിക്കത്തില്ല. അതുപോലെ പാരമ്പര്യത്തിൽ തളച്ചിരിക്കുകയാണ്, പൂട്ടിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഈ വിഷയം, യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലൻ കൂടെ ലോകത്തെ അറിയിച്ച ഈ ഒരു വിഷയം, ഇതിൽ കൂടുതലൊന്നുമില്ല, നത്തിങ് മോർ നത്തിങ് ലെസ്. ഈ ഒരു വിഷയം നിങ്ങളുടെ ഉള്ളിലേക്ക് പകരുന്നത് അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. ഇവിടെ അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും എന്ന് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് വളരെ പരമാർത്ഥമാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഷർട്ടിൻ്റെ ഈ ബട്ടൺസ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്, ഇത് ഓർഡറിനാണ് ഈ ബട്ടൺസ് ഇട്ടിരിക്കുന്നത്. ഒരു ബട്ടൺ ഇത് കയറ്റി ഇറക്കി ഇട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓർഡർ കംപ്ലീറ്റ് തെറ്റിപ്പോവും. ഒരു ബട്ടൺ തെറ്റിയതാണ്, ബട്ട് മുഴുവനും ബട്ടണും പിന്നെ തെറ്റായി പോവും എന്ന് പറഞ്ഞതുപോലെ അടിസ്ഥാനം മറിഞ്ഞു പോയാൽ പിന്നെ മുഴുവനും തെറ്റായി പോകും. ആദ്യകാലം മുതലേ ക്രിസ്ത്യാനിറ്റി ഇതുപോലൊരു തെറ്റായ ഉപദേശത്തിൽ പൂട്ടിയിരിക്കുക. അതുകൊണ്ട് വരുന്നവരെല്ലാം ആ കാര്യങ്ങളാണ് മനസ്സിലാക്കി വരുന്നത്. ഇവിടെയാണ് ഗേറ്റ് മിനിസ്ട്രീസ് പറയുന്ന ഉപദേശത്തിൻ്റെ പ്രത്യേകത. അത് ബിബ്ലിക്കലാണോ, ബൈബിൾ പ്രകാരമാണോ ഞങ്ങൾ ഈ പഠിപ്പിക്കുന്നത്, ബൈബിളിലെ ഉപദേശം എന്താണ്, പാരമ്പര്യ സമ്പ്രദായത്തിലെ ഉപദേശം എന്താണെന്ന് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും ഈ അന്ത്യകാലത്ത് നിങ്ങളുടെ കണ്ണ് തുറക്കട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ആരെയും ബോധിപ്പിക്കാനോ വേറെ ആരുടെയെന്നെങ്കിലും സർട്ടിഫിക്കറ്റ് ലഭിക്കുവാനോ വേണ്ടിയിട്ടല്ല, കർത്താവിനോട് കണക്ക് തീർക്കേണ്ട നാളിൽ കരങ്ങൾ ബലപ്പെട്ടിരിക്കുവാൻ വലിയ ആത്മാർത്ഥതയോടെ ഈ വിഷയം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കൊന്ന് പകരുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കർത്താവോ പന്തിരുവരെ സ്ഥാപിച്ച ഒരു മതമോ വിശ്വാസമോ ആചാരമോ അല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. കർത്താവ് തിരഞ്ഞെടുത്ത പൗലോസ് അപ്പോസ്തലനോട് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലൂടെ നിവർത്തിച്ച രക്ഷണീയ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ കർത്താവിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെടുന്ന ഒരു വലിയ സ്വർഗീയ പദ്ധതിയാണ്. ഹല്ലേലൂയ. കൃപയാൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അത് ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് തോന്നിയ ഒരു ഐഡിയ അല്ല. ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ മർമ്മമാണ്. അത് സ്വർഗം മാത്രം അറിഞ്ഞിരുന്ന ഒരു സ്വർഗീയ മർമ്മമാണ്. സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും അറിയത്തില്ല. ഗബ്രിയേൽ ദൂതുവാഹികളിൽ പ്രധാനിയാണ്. ഗബ്രിയേൽ ദൂതന് പോലും ആ വിഷയം അറിയത്തില്ല. കാര്യം അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അത് വെളിപ്പെടുത്താനായിട്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് അപ്പോയിന്റ് ചെയ്ത ആദ്യത്തെ അപ്പോസ്തലനാണ് അപ്പോസ്തലനായ പൗലോസ്. തന്നിൽ കൂടെ വെളിപ്പെട്ടിരിക്കുന്ന ഒരു സ്വർഗീയ മർമ്മമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഞാൻ നിങ്ങളുമായിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 99.5% ഈ സത്യം അറിയാതെ
ഭയങ്കര തെറ്റായ വിശ്വാസത്തിൽ വല്ലാതെ കണ്ണു മൂടി ആ ഒരു തെറ്റായ വിശ്വാസത്തിൽ പോയിരിക്കുക. അവരോട് ദൈവം ക്ഷമിക്കട്ടെ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഭാഗ്യം കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് അവർക്കൊക്കെ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും കർത്താവിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ കാലഘട്ടങ്ങളിൽ അനേകരും നമുക്കെതിരെ തിരിയുന്നവരും നമ്മൾ പറയുന്നതിനെ ഖണ്ഡിക്കാനായിട്ടൊക്കെ വലിയ ഉത്സാഹത്തോടെ നിൽക്കുന്നവരെ കാണാറുണ്ട്. ഇവർക്കൊക്കെ ഒരു മണിക്കൂറെങ്കിലും ഈ ബൈബിൾ ആത്മാർത്ഥതയോടെ വായിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പലർക്കും മറുപടി കൊടുക്കാറേ ഇല്ല. എന്താ ഇവർക്കൊക്കെ മറുപടി കൊടുക്കണ്ടേ? പകൽ വെളിച്ചം മാതിരി ഒരു സത്യം ബൈബിളിൽ കിടക്കുക, അതിനെ എടുത്തു കാണിക്കുമ്പോൾ അതിനെതിരായിട്ട് പ്രസംഗിക്കുന്നവരെയൊക്കെ എന്ത് മറുപടി അവർക്ക് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ മിക്കവാറും കർത്താവ് നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ഹെരോദാവും പീലാത്തോസും ഒക്കെ ചോദിക്കുമ്പോൾ മിണ്ടാതെ നിന്നതുപോലെ ആ ഒരു നയമാണ് ഞാൻ മിക്കവാറും ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. കാര്യം അറിയാൻ വയ്യാത്ത കിടന്നൊരു സത്യം നമ്മൾ തിരഞ്ഞെടുത്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, അതിനു വേണ്ടിയിട്ട് നമുക്ക് വാദിക്കാം. ഇത് പച്ചവെള്ളം മാതിരി ബൈബിൾ തുറന്നു കഴിഞ്ഞാൽ ഇത്ര ക്ലിയർ ആയിട്ട് NH നാഷണൽ ഹൈവേ റോഡ് വെട്ടിയിരിക്കുന്നത് മാതിരി ക്ലിയർ ആയിട്ടൊരു പദ്ധതി ബൈബിളിൽ കിടക്കുക. അതിനെ നമ്മൾ എടുത്ത് കാണിക്കുമ്പോൾ അതിനെതിരായിട്ട് പ്രസംഗിക്കുന്നവരോട് എന്താ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാത്തത് കാരണം പലപ്പോഴും ഞാൻ മൗനം പാലിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്നർ സർക്കിളിലുള്ളവരോടും ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ മുന്നിൽ നിൽക്കുന്നവരോടും ഒക്കെ ഞാൻ സംയമനം പാലിക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. കർത്താവ് സകലതും അറിയുന്നു. ഹല്ലേലൂയ. ഇവിടെ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചത് AD 33 കർത്താവിൻ്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം പെന്തക്കോസ്ത് നാളിലെ പരിശുദ്ധാത്മ പകർച്ചയിലൂടെ അല്ല. അത് യഹൂദന്റെ വിശ്വാസവും അവരുടെ പ്രോമിസുമാണ്. അവരുടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം കൊടുത്തിരുന്ന യോവേൽ പ്രവാചകനിൽ കൂടി യെശയ്യാ പ്രവാചകനിൽ കൂടി ഒക്കെ ദൈവം അവരോട് വാഗ്ദത്തം കൊടുത്തിരുന്ന വാഗ്ദത്ത നിവൃത്തിയാണ് അവിടെ നിറവേറിയത്. അവരുടെ ഇടയിൽ അവരോട് ദൈവം ഇടപെട്ട ദൈവത്തിൻ്റെ സ്വർഗീയ പദ്ധതിയാണ്. അത് ക്രിസ്ത്യാനിറ്റി അല്ല. ആ സമയത്ത് ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചിട്ടുമില്ല. 12 ശിഷ്യന്മാർ ശുശ്രൂഷിച്ച ഒരിടത്തും അവരെ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചിട്ടില്ല. നിങ്ങൾ നോക്കിക്കാട്ടെ, അവർ യെരുശലേമിലാട്ടെ, യഹൂദിയിലാട്ടെ, ഇസ്രായേലിൽ എവിടെങ്കിലും ആകട്ടെ, ആരും അവരെ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചിട്ടില്ല. ആ കാലഘട്ടങ്ങളിൽ അവരുടെ ശുശ്രൂഷയിൽ ആദ്യത്തെ ഒരു 10-15 വർഷം ആരും അവരെ ക്രിസ്ത്യാനിന്ന് വിളിച്ചിട്ടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർ ക്രിസ്ത്യാനിറ്റി പ്രസംഗിച്ചിട്ടില്ല. അവർ ജനിച്ചതും അവർ ജീവിച്ചതും അവർ പ്രസംഗിച്ചതും അവർ മരിച്ചതും എല്ലാം യഹൂദനായിട്ടാണ്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാകാതെ ആവശ്യമില്ലാതെ അവരെ പിടിച്ച് ക്രിസ്ത്യാനിയാക്കുകയും അവരുടെ മേളിൽ ഓരോരുത്തരുടെ മേലെ പള്ളി പണിയുകയും ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങളാകപ്പാടെ തെറ്റിപ്പോകുന്നത്. അവർ യഹൂദന്മാരാണ്. അവർ മരിച്ചതും യഹൂദനായിട്ട്, ഇനി പുനരുദ്ധാനം പ്രാപിക്കുന്നത് യഹൂദനായിട്ടാണ്. നിത്യതയിൽ 12 ഗോപുരങ്ങളും 12 സിറ്റിയും 12 മതിലും സ്വച്ഛ സ്ഫടിക തങ്ക തുല്യ നിർമ്മിതമായ അവരുടെ വാഗ്ദത്ത ഭവനത്തിൽ അവർ ജീവിക്കാൻ പോകുന്ന യഹൂദനായിട്ടാണ്. അത് അവരുടെ വാഗ്ദത്തമാണ്. അബ്രഹാമിനോട് ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്തമാണ്. ആ ഒരു കല്ല് കൈ തൊടാതെ പറഞ്ഞു വരും. അന്ന് വരെയുള്ള എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും അടിച്ച് തകർക്കുകയും അത് വലിയ മഹാപർവ്വതമായി തീരുകയും ചെയ്യും. അതിനെ നിത്യം വാഴുവാൻ ഒരുവൻ നീതിയോട് അതിനെ നിത്യം വാഴും. ഇതെല്ലാം അവരുടെ പ്രോമിസാണ്. ആ സമയത്ത് താങ്കൾ ഈ വിശ്വാസത്തിലെ ഇല്ല. അക്കാലത്ത് താങ്കൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമാണ്. നമുക്ക് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെ കയറി ക്ലെയിം ചെയ്തിരിക്കുക. സത്യം എന്താണെന്നറിയാം. എന്നാൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അതിമഹത്തായ അനുഭവമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഒരു ചുക്കും അറിയത്തുമില്ല. ഇവിടെയാണ് സാത്താൻ നമ്മളെ ഭയങ്കര ഡിപ്ലോമാറ്റിക്കായിട്ട് തെറ്റിച്ചിരിക്കുന്നത്, റോയലി ചീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സത്യം ഒന്ന് എടുത്ത് കാണിക്കുക ചെയ്യുന്നത്. നമുക്കുള്ള അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവം, ഹല്ലേലൂയ, സ്വർഗത്തിലെ പദ്ധതിയാണ് നമ്മുടേത്. നാം ഇവിടെ നിൽക്കുന്നവരല്ല. നാം ഇവിടുന്ന് സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശം എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ട് എന്താന്ന്? ജോയിൻ ഹെയർസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അനുഗ്രഹമാണ് ദൈവം നമുക്ക് അവിടെ ഒരുക്കിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശമാണ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. അതുപോലുള്ള അനുഗ്രഹീതമായ ചിന്തിക്കാൻ പറ്റാത്ത സ്വർഗീയ അനുഗ്രഹങ്ങളാണ് കർത്താവ് നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല, ഒരു പിടിയുമില്ല. ഇവിടെയാണ് നമുക്ക് പറ്റിയിരിക്കുന്ന തെറ്റ്. ഇതാണ് ഞാനൊന്ന് മനസ്സിലാക്കി തരുവാനായിട്ട് ഇന്നത്തെ വിഷയത്തിൽ കൂടി ക്രൈസ്റ്റ് ത്രൂ പോൾ ആൻഡ് നത്തിങ് മോർ നത്തിങ് ലെസ്, ഈ ഒരു വിഷയമാണ് ഞാൻ നിങ്ങളിലേക്കൊന്ന് പകരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ഈ അധ്യായത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഇതിനോടകം എല്ലാവർക്കും അറിയാം. പൗളിനെ
ലോകത്തിലെ ഏറ്റവും വലിയ പാപികളിൽ ഒന്നാമനായിരുന്ന പോളിനെ ദൈവം വിളിച്ചുകൊണ്ട് ഒരു സ്വർഗീയ പദ്ധതി ആരംഭിക്കുക, ഒരു കരുണാ കാലഘട്ടം ആരംഭിക്കുക, ഒരു ഗ്രേസ് പീരീഡ് തുടങ്ങുക. അതിനു വേണ്ടിയിട്ട് ദൈവം ഒരാളെ വിളിക്കുക. ഇവിടെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 9-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുകയാണ്. അതിൻ്റെ 14 വായിച്ചിട്ട് 15 വായിക്കുക, അപ്പോൾ അത് കുറേ കൂടെ മനസ്സിലാകും. 14 പറയുകയാണ്, ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. 15 കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രം ആകുന്നു. അനന്യാസിനെ തൻ്റെ അടുക്കൽ അയച്ച് അനന്യാസും ദൈവവുമായിട്ടുള്ളൊരു സംഭാഷണമാണ് കാണുന്നത്. അവിടെ അനന്യാസ് പറയുകയാണ്, കർത്താവേ, ഇവൻ യെരൂശലേമിൽ നമ്മുടെ ജനങ്ങൾക്ക് വളരെ ദ്രോഹം ചെയ്തവന്, ഇവിടെയും വന്നിരിക്കുന്നത് നമ്മുടെ ആൾക്കാരെ, നമ്മുടെ ജനത്തെ പിടിച്ചു കെട്ടുവാനും കൂട്ടിക്കൊണ്ടു പോകുവാനുമായിട്ടാണെന്ന് പറയുമ്പോൾ കർത്താവ് അനന്യാസിനോട് പറയുന്നൊരു ഭാഗമാണ്. അവിടെ പറയുകയാണ്, കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. കർത്താവ് യേശു ക്രിസ്തു പോളിനോട് പറയുകയാണ്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാനെന്ന് പറയുക. കർത്താവ് ഡയറക്റ്റ്ലി പോളിനെ കർത്താവിൻ്റെ ആ സുവിശേഷം അറിയിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. നിങ്ങൾ ഈ ബൈബിൾ ഒന്ന് പരിശോധിച്ച് നോക്കണം. ഉൽപ്പത്തി മുതൽ ഈ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാമത്തെ അധ്യായം വരെ ജാതികളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലൊരു അപ്പോസ്തലനെ ദൈവം അപ്പോയിന്റ് ചെയ്തിട്ടില്ല. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഞാൻ അവനെ ജാതികളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു എന്ന് പറയുന്നത് വരെ സ്വർഗത്തിൽ നിന്ന് ദൈവം ഈ ഒരു ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു അപ്പോസ്തലനെ ജാതികൾക്ക് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള 1-ാമത്തെ അപ്പോസ്തലനെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമായിട്ട് ലോകത്തിൽ അയച്ചിരിക്കുക. ഇതുവരെയുള്ള അനുഗ്രഹങ്ങൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ അനുഗ്രഹിക്കുമ്പോൾ മുതൽ അതിനുള്ള ശേഷമുള്ള എല്ലാ കാര്യങ്ങളും ആ ദൈവത്തിൻ്റെ വാഗ്ദത്ത പദ്ധതി പ്രകാരം ദൈവം അവർക്ക് കൊടുക്കുന്ന സ്വർഗരാജ്യം എന്നൊരു സ്വർഗീയ പദ്ധതിയുടെ നിറവേറലാണ് ആ നടക്കുന്നത്. അവിടെ ഒരു ജാതികളെയും ദൈവം രക്ഷിക്കുന്ന ഒരു പദ്ധതി അതിനു മുമ്പില്ല. അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അശേര പ്രതിഷ്ഠയും അസ്തോരേത്ത് ദേവിയെയും വാൽ വിഗ്രഹങ്ങളെയും ഒക്കെ ആരാധിച്ച് ഈ നോഹയുടെ ജലപ്രളയത്തിന് ശേഷം ഏകദേശം ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ മുതൽ കൂശന്റെ മകനായിരുന്ന നിമ്രോദിന്റെ കാലത്ത് ആ ആരാധന ആരംഭിച്ചപ്പോൾ മുതൽ അവർ ദൈവത്തിൽ നിന്നും മാറിപ്പോയവരാ, ദൈവത്തിൽ നിന്നും അകന്നു പോയവരാ. അതുകൊണ്ട് തന്നെ അവർ അറയ്ക്കപ്പെട്ടവരെന്നും വെറുക്കപ്പെട്ടവരെന്നും പറയുന്ന രീതിയിൽ ദൈവത്തിൽ നിന്ന് എത്രയോ കിലോമീറ്ററുകൾ മാറിപ്പോയിരിക്കുന്നവരാ. അതിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്ത ഒരു ജാതിയെ അബ്രഹാമിന്റെ സന്തതിയായിട്ട് വാഗ്ദത്ത പ്രകാരം തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവജനം, നിങ്ങൾ എനിക്കൊരു പ്രത്യേക സമ്പത്തായിരിക്കും, നിങ്ങളൊരു രാജകീയ പുരോഹിത വർഗമായിരിക്കും, എൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ദൈവം അനുഗ്രഹിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കൂട്ടം ജനമായി യഹൂദൻ എന്ന് പറയുന്നത്. അവർക്ക് കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ അതിനുശേഷമുള്ള പുസ്തകങ്ങൾ മുഴുവൻ പറയുന്നത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എല്ലാം നിങ്ങൾ നോക്കുക. ഇവിടെങ്ങും ഒരു ജാതിയെയും രക്ഷിക്കുന്ന ഒരു പദ്ധതിയും നിങ്ങൾക്ക് കാണത്തില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 15-ാം വാക്യത്തിൽ കർത്താവ് പറയാൻ, ഞാൻ ജാതികളുടെ രക്ഷയ്ക്കായി സ്വർഗത്തിൽ നിന്നും ഒരു അപ്പോസ്തലനെ, ഒരുവനെ ജാതികളുടെ രക്ഷയ്ക്കായിട്ട് ദൈവം അതിനുവേണ്ടി ആ ശുശ്രൂഷയ്ക്കായി ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു അപ്പോസ്തലനാണ് പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകുക. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഒത്തിരി കാര്യങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ സഭായോഗത്തിൽ അത്രയും സമയമില്ലാത്തതിനാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, അവിടെ കർത്താവ് ഇവരെ എല്ലാ ജാതികളുടെയും ഇടയിൽ അയക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അത് ഇതിനോടകം നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അധികം സമയം അവിടെ നിൽക്കുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ജാതികളെ പോയി രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എല്ലാ ജാതീയ ദേശത്തും പോയി കർത്താവ് ലോകത്തിൽ വന്നിരിക്കുന്നുവെന്നും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്നും പുറപ്പെട്ട് സകല മനുഷ്യരെയും അതിൽ വിശ്വസിക്കുന്നവരെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാനും അവരെ സ്നാനപ്പെടുത്തുവാനായിട്ടും ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. അത് യഹൂദനോട് പറഞ്ഞിരിക്കുന്നത് ലോകം മുഴുവനും ചിതറിപ്പാർക്കുന്ന യഹൂദനെ രക്ഷിക്കുന്ന പദ്ധതിയുമാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വളച്ചൊടിച്ച് ജാതികളെ രക്ഷിക്കുന്ന ഒരു പദ്ധതിയാക്കി നമ്മൾ അങ്ങനെ ക്രിസ്ത്യാനിയാക്കിയെന്ന് വരുത്തി തീർത്തിരിക്കുക. ഒരു നല്ല ഒരു ഡിസ്കഷൻ അതിനെക്കുറിച്ച് നടത്തി കഴിഞ്ഞാൽ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ 1 മണിക്കൂർ കൊണ്ട് ക്ലാരിഫൈ ചെയ്യാവുന്ന വിഷയമേ അതുള്ളൂ. ബട്ട് നമ്മളിങ്ങനെ പാരമ്പര്യത്തിലൊക്കെ നിൽക്കുന്നത് കാരണം ആൾക്കാർക്കൊന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട താല്പര്യമില്ല. ഇങ്ങനെ പോകുന്നത് കാരണം
അങ്ങനെ കൂട്ടത്തിൽ പാടി എന്താ പറയുന്നത്, ആ ഒരു വിശ്വാസത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ കൂടെ 70 ശിഷ്യന്മാരെ അയക്കുമ്പോൾ കൂടെ അവരോട് പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5-ാം വാക്യം നിങ്ങൾക്കെടുത്ത് വായിക്കാം. അവിടെ പറയുന്നത്, നിങ്ങൾ ജാതികളുടെ അരികിൽ പോകരുത്, ശമര്യരുടെ പട്ടണത്തിൽ കടക്കരുത്. കാര്യം ശമര്യരുടെ പട്ടണം മുഴുവൻ ജാതികളെ കൊണ്ട് നിറച്ചിരിക്കുക. അതുകൊണ്ട് ശമര്യരുടെ പട്ടണങ്ങളിൽ കടക്കരുത്. ഗ്രാമങ്ങളിൽ പോകാം, കുഴപ്പമില്ല. അതിൻ്റെയൊക്കെ ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. 2 രാജാക്കന്മാർ 17-ാമത്തെ അധ്യായം പഠിച്ചാൽ നിങ്ങൾക്ക് കാണാം എന്തുകൊണ്ടാണ് ജാതികളുടെ ശമര്യരുടെ പട്ടണത്തിൽ കടക്കരുതെന്ന് പറയുന്നത്. എല്ലാ പട്ടണങ്ങളിലും ജാതീയ ആൾക്കാരെ, അതായത് ജാതീയ ജനങ്ങളെ കൊണ്ടുവന്ന് അസീറിയൻ രാജാവ് അവിടെ പാർപ്പിച്ചിരിക്കുക. അതുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്, നിങ്ങൾ ജാതികളുടെ അരികിൽ പോകരുത്, ശമര്യരുടെ പട്ടണത്തിൽ കടക്കരുത്. അർത്ഥാൽ നിങ്ങൾ ജാതി എന്ന് പറയുന്ന വിജാതിയരുടെ അടുക്കൽ പോവുകയേ ചെയ്യരുതെന്ന് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ലോകത്തിലെ മിനിസ്ട്രിയിൽ സുവിശേഷം അറിയിക്കാനായിട്ട് അവസാനത്തെ 3 വർഷത്തെ കർത്താവിൻ്റെ ആ സുവിശേഷീകരണ സമയത്ത് അവരെ അയക്കുമ്പോൾ കൂടെ പറയുന്ന കാര്യമാണിത്. അത്രയ്ക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു വിഷയമാണ്. ജാതികളുടെ രക്ഷയല്ല കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ ലക്ഷ്യമിട്ടിരുന്നത്. അതല്ലായിരുന്നു കർത്താവിൻ്റെ പർപ്പസ്. എന്നാൽ കർത്താവിൻ്റെ മരണ പുനരുദ്ധാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം സ്വർഗത്തിൽ നിന്നും അന്ന് വരെ സ്വർഗത്തിൽ മറന്നിരുന്ന ഒരു സ്വർഗീയ പദ്ധതി ദൈവം പൗലോസ് അപ്പോസ്തലൻ കൂടി ആരംഭിക്കുക. അതിന് കാരണം യഹൂദൻ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും എന്താ പറയുന്നത് നിഷേധിച്ചിട്ട് അവർ പരിശുദ്ധാത്മാവിനെതിരെ കൂടെ ദൂഷണം പറഞ്ഞ് സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്ന ഒരു വലിയ അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ദൈവം അവരുടെ ആത്മീക അനുഗ്രഹങ്ങളെ ഒന്ന് ഹോൾഡ് ചെയ്യുക. അവിടെ വെച്ചൊന്ന് ഹോൾഡ് ചെയ്തിട്ട് അവരെ കൈവിടുകയാണ്. ആ പദ്ധതികൾ കൈവിട്ടതിന് ശേഷം അന്ന് വരെ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി, ഒരു ബ്രാക്കറ്റ് പീരീഡിൽ ഒരു സ്വർഗീയ പദ്ധതി, ഇതിനെയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന കൃപായുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ആരംഭിക്കുകയും അതിൻ്റെ ഉപദേശത്തിനായിട്ട് സ്വർഗത്തിൽ നിന്ന് അന്നത്തെ ലോകത്തിലെ പാപികളിൽ ഒന്നാമനായവനെ വിളിച്ച് ഇതിൻ്റെ അപ്പോസ്തലനായി ദൈവം നിയമിക്കുകയും ചെയ്യുക. അന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവം ലോകത്തെ നോക്കുമ്പോൾ ഏറ്റവും വലിയ പാപി, നമ്പർ 1 പാപിയെ എടുക്കണം. ആ പാപി എന്ന് പറയുന്നത് കുല ചെയ്തവനോ മോഷ്ടിച്ചവനോ വ്യഭിചാരം ചെയ്തവനോ അല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തവനാണ്. അതാണ് തർസോസുകാരൻ, കിലിക്കിയിലെ തർസോസുകാരൻ ശൗൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അവനെ വിളിച്ചുകൊണ്ട് ദൈവം ഒരു പുതിയ കരുണ പദ്ധതി ആരംഭിക്കുക. അതാണ് ദൈവത്തിൻ്റെ കരുണ കാലഘട്ടം, അല്ലെങ്കിൽ കൃപായുഗം, ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇതിനെയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ആ വിഷയമാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഞാനൊന്ന് പകരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ 9-ാമത്തെ അധ്യായത്തിൽ, അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ 26-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വായിച്ചാൽ കാണാം, ഞാൻ നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഇപ്പോൾ നിനക്ക് പ്രത്യക്ഷനായിരിക്കുന്നു. ദൈവം പൗലോസ് അപ്പോസ്തലനോട് പറയുക, ഞാൻ നിന്നെ സാക്ഷിയായി അപ്പോസ്തലനായി ഒരു എന്താ പറയുന്നത് ശുശ്രൂഷകനായി നിയമിച്ചിരിക്കുക. ഇവിടെ ഒരു കൗൺസിലോ കമ്മിറ്റിയോ ഒന്നും കൂടിയിരുന്ന് തിരഞ്ഞെടുത്തതല്ല, മറിച്ച് സ്വർഗത്തിൽ നിന്ന് ദൈവം ഡയറക്റ്റ്ലി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു അപ്പോസ്തലനായ പൗലോസ് തന്നിൽ കൂടി മാത്രം അറിയിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ ഭണ്ഡാരം തുറന്ന് കാണിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഇവിടെ വേറെ ആരുടെ ഷെയർ ഈ കൂട്ടത്തിലില്ല. ഏതെങ്കിലും ഷെയർ ഇതിലൂടെ ചേർത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത് പൊല്യൂട്ടഡ് ആയി പോകും. ദൈവം സ്വർഗത്തിൽ മറച്ചു വെച്ചിരുന്ന സ്വർഗീയ പദ്ധതിയിൽ വെള്ളം ചേർക്കുന്നത് പോലെ ആയി പോകും. അത് അനുവദിക്കാതെ റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് എന്താണ് ക്രിസ്ത്യാനിറ്റി, എന്താണ് ജുഡായിസം, ഈ വിഷയത്തെ പ്രോപ്പറായിട്ട് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ നാം കൈവിടപ്പെട്ടു പോകുന്നതിനിടയായിത്തീരും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ അനുഭവങ്ങൾ നഷ്ടമായി പോകുന്നതിനിടയായിത്തീരും. അതുകൊണ്ട് എന്താണ് സത്യം, പാരമ്പര്യമാണോ ദൈവവചനമാണോ എന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കുവാൻ, ഇത് ചിന്തിക്കുവാനും പഠിക്കുവാനും തലയ്ക്ക് ബുദ്ധിയും ആരോഗ്യവുമൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇതിനൊന്നും മനസ്സിലാക്കുവാൻ വിനീതമായിട്ട് ഈ സഭായോഗത്തിൽ കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. ഇവിടെ 2-ാമത്തെ കാര്യം, ദൈവം അപ്പോയിന്റ് ചെയ്ത ഒരു അപ്പോസ്തലനാണ് പോൾ. 2-ാമത്തെ വിഷയം പൗലോസിന്റെ സാൽവേഷൻ പാറ്റേൺ. പൗലോസിനെ ദൈവം വീണ്ടെടുത്തിരിക്കുന്ന രക്ഷിച്ച ആ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കുക. 1 തിമോത്തി 1:16 വാക്യം, തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, 1 തിമോത്തി 1:16 വാക്യം. അവിടെ ഇങ്ങനെ പറയുകയാണ്, എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട്
തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. പൗലോസ് അപ്പോസ്തലൻ പറയാ, ഐ ആം ദ ചീഫ് ഓഫ് ദോസ് സിന്നേഴ്സ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 15-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ലൈൻ വായിക്കണം. 15-ാമത്തെ വാക്യത്തിൻ്റെ അവിടെ പറയുകയാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. കണ്ടോ, പോൾ പറയുന്നത് കണ്ടോ, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്തേഫാനോസിനെ പരിശുദ്ധാത്മ പൂർണ്ണനായി നിൽക്കുന്ന ആ സ്തേഫാനോസിനെ പരിശുദ്ധാത്മാവിനെതിരെ നിങ്ങളുടെ പിതാക്കന്മാരിൽ ആരാണ് ഇതിനു മുമ്പ് തിരിയാതിരുന്നതെന്ന് ചോദിച്ച് അവരെ ആ പരിശുദ്ധാത്മാവിൽ അവരുടെ കുറവുകൾ ബോധ്യം വരുത്തിക്കൊണ്ടിരുന്ന സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലാൻ ഉത്തരവിടുന്നത് പോളാണ്. 8-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവൃത്തിയിലെ 8-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ സ്തേഫാനോസിനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. 23-ാമത്തെ അധ്യായത്തിൽ അവിടെ വീണ്ടും പറയുന്നുണ്ട്, പോളാണ് അതിന് കൺസെന്റ്, ആ കൊലപാതകത്തിന് കൺസെന്റ്, ആ ഒരു അനുവാദം കൊടുക്കുന്നത്. ഞാനും അനുവാദം കൊടുത്തുകൊണ്ട് അടുത്ത് നിന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് പോളിനെ സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുവാനായിട്ട് ഉത്തരവിടുന്നത് പോളാണ്. അന്ന് ദൈവം സ്വർഗം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പാപി. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും എനിക്ക് രക്ഷ ലഭിക്കേണ്ടതിന് എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക്, അതാരാ? ഞാനും നിങ്ങളും ഈ കാലഘട്ടങ്ങളിലൊക്കെ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായിട്ട്, ആസ് എ പാറ്റേൺ, മനസ്സിലാകുന്നുണ്ടോ? ദൃഷ്ടാന്തത്തിനായിട്ട് സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടത് എനിക്ക് കരുണ ലഭിച്ചു. ഹല്ലേലൂയ. നമ്മൾ ഭയങ്കര പാപിയാണെന്ന് വിശ്വസിക്കുമ്പോൾ പലരും വിശ്വസിക്കാറുണ്ട്, എൻ്റെ പാപത്തിന് ക്ഷമയില്ല, ഞാൻ ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് രക്ഷിക്കപ്പെടാൻ യാതൊരു സ്കോപ്പുമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അത് സാത്താൻ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു ചിന്തയാണ്. ഉലകത്തിലുള്ള സകല പാപവും നിങ്ങളോട് ക്ഷമിക്കും. യേശു ക്രിസ്തുവിനെതിരെ ദൂഷണം പറയുന്നവനോട് വരെ ക്ഷമിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവനോട് ഈ ലോകത്തിലും വരുവാനുള്ളതിലും ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പാപം ചെയ്ത ആളാണ് പൗലോസ് അപ്പോസ്തലൻ. തന്നെ രക്ഷിച്ചുകൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു കരുണ കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഇതാ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. ഇതിലൂടെ വീണ്ടെടുക്കുന്ന ദൈവജനമാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയുടെ ഭാഗമായിരിക്കുന്നത്. ഇതാണ് പൗലോസ് അപ്പോസ്തലനെ വീണ്ടെടുത്തിരിക്കുന്ന രക്ഷിച്ചിരിക്കുന്ന ആ ഒരു പാറ്റേൺ. ദൃഷ്ടാന്തത്തിനായിട്ട് സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. ഈ കരുണാ കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്, വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായിട്ട്. ഇന്ന് ഈ കുറ്റത്തിനേക്കാൾ വലിയ കുറ്റം ചെയ്ത ഒരു പാപിയും ഇന്ന് ലോകത്തിലില്ല. അർത്ഥാൽ വീണ്ടെടുക്കുവാൻ കഴിയാത്ത ഒരു പാപവുമില്ല. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് നിങ്ങളുടെ പാപത്തെ കഴുകിക്കളയുവാൻ കഴിയാത്തതാണ് എന്ന് പറയുന്നതിന് തുല്യമാണ്. ഇന്ന് കർത്താവിൻ്റെ ആ രക്തത്താൽ ഉലകത്തിലെ സകല പാപവും, നിങ്ങൾക്ക് ചെയ്യാവുന്നതിലും ചിന്തിക്കുന്നതിലും സകല പാപവും കഴുകി ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയുന്ന ആ തങ്ക രക്തമാണ് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെട്ടിരിക്കുന്നത്. അത് യോസഫിൻ്റെ രക്തമോ മറിയയുടെ രക്തമോ ഒന്നുമല്ല, പരിശുദ്ധ ആത്മാവിനാൽ ഉൽപ്പാദിതമായതാണ്. ഹല്ലേലൂയ. ആ പരിപൂർണമായ തങ്ക രക്തമാണ് നമുക്ക് വേണ്ടി കാൽവറിയിലൂടെ ഒഴുകപ്പെട്ടിരിക്കുന്നത്. ആ രക്തത്തിലെ വിശ്വാസത്താൽ, കൃപയാൽ, വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുക. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം പെട്ടെന്ന് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം അവിടെ പറയാണ്, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ, ത്രൂ ഹിസ് ബ്ലഡ്, ഹല്ലേലൂയ, അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം, അതായത് പാപത്തിൽ നിന്നുള്ള മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഇതിലാണ് നിങ്ങളെ വീണ്ടെടുക്കുന്നത്. അത് കർത്താവ് കാൽവറിയിലെ ആ മരക്കുരിശിലൂടെ ചൊരിഞ്ഞിരിക്കുക, ഒഴുകിയിരിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിലെ വിശ്വാസത്താലാണ് ഞാൻ നിങ്ങളും രക്ഷിക്കപ്പെടുന്നത്. ഒരു വാക്യം കൂടെ പോളിനോടുള്ള ബന്ധത്തിൽ ഞാൻ കാണിക്കട്ടെ. ദൈവം ഒരു വലിയ സുവിശേഷം തന്നെ ഭരമേൽപ്പിച്ചിരിക്കുക. ഇത് വേറെ ആരുടെയിൽ നിന്നും പഠിച്ചതോ എവിടുന്നെങ്കിലും 12 ശിഷ്യന്മാർ ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കിയതൊന്നുമല്ല. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ ഒന്ന് പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ അവിടെ പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. കണ്ടോ, ഞാൻ ഈ പറയുന്ന സുവിശേഷം മാനുഷ്യമല്ല.
അതായത് ഞാൻ ഒരു മനുഷ്യരുടെ നിന്ന് പഠിച്ചിട്ടില്ല, ഞാൻ ഒരു മനുഷ്യരുടെ അടുത്തിരുന്ന് കേട്ട് പഠിച്ചതല്ല ഇത് മാനുഷ്യമല്ല, അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്ര പ്രാപിച്ചത്. കർത്താവ് യേശു ക്രിസ്തു എനിക്ക് ബൈ റെവലേഷൻ, ത്രൂ റെവലേഷൻ തന്നിരിക്കുന്ന ഒരു വെളിപ്പാടാണിത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മനസ്സിലാക്കുവാൻ മനസ്സുള്ളവർക്കായിട്ട്, ദൈവവചനത്തിന് മുമ്പിൽ അനുസരണ കാണിക്കുവാൻ മനസ്സുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനെതിരായിട്ട് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇനി പ്രസംഗിച്ചാൽ കൂടെ അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പോൾ പറഞ്ഞിരിക്കുക. അഗ്രിപ്പ രാജാവിൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞിരിക്കുക, എന്നെ ദൈവം കാണിച്ചിരിക്കുന്ന ഈ ഒരു വലിയ ആലോചനയ്ക്ക് വിരോധമായിട്ട് ഞാൻ ശലിക്കത്തില്ല എന്ന് അഗ്രിപ്പ രാജാവിനോട് പറഞ്ഞിരിക്കുക. അനുസരണക്കേട് ഞാൻ കാണിക്കത്തില്ല. അതുപോലെ ദൈവം ഇറങ്ങി വന്ന് മുഖാമുഖം എന്നോട് സംസാരിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ ആലോചനയാണ്. അതിൻ്റെ ശേഷം ദൈവം എന്നെ കാണിച്ചിരിക്കുന്ന ഒത്തിരി വെളിപ്പാടുകളും റെവലേഷനുമുണ്ട്. ഇവിടെ ഞാൻ ഈ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ആലോചനയാണെന്ന് പൗലോസ് അപ്പോസ്തലൻ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ രക്ഷാമാർഗം നമ്മെ അറിയിച്ചിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ കൂടെയാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പൗലോസ് എന്ന് ഒരു അപ്പോസ്തലൻ കൂടി ഈ കാലഘട്ടത്തിലെ, ഈ കൃപായുഗത്തിലെ രക്ഷാ പദ്ധതി നമ്മെ അറിയിച്ചിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് പോയിട്ട് നമ്മൾ വേറൊരു ഉപദേശം സ്വീകരിക്കാനായിട്ട് പാടില്ല. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ആഴമായ വിശ്വാസം, അതാണ് സുവിശേഷമെന്ന് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. വേറെ ഒരു അപ്പോസ്തലനുമല്ല, പൗലോസ് അപ്പോസ്തലൻ കൂടി മാത്രമാണ്. ഹല്ലേലൂയ. ആ വിശ്വാസത്താൽ, അതിലെ രക്തത്താൽ നമുക്ക് പാപങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഈ വിശ്വാസങ്ങളെല്ലാം നമ്മെ അറിയിച്ചിരിക്കുന്നത് 13 ലേഖനങ്ങളിൽ കൂടി, പൗലോസ് അപ്പോസ്തലൻ കൂടി നമ്മെ അറിയിച്ചിരിക്കുകയാണ്. ഹി ഈസ് ദ ഓൺലി അപ്പോസ്റ്റൽസ് ദാറ്റ് pass this good news to you and me and Christianity. ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഈ അടിസ്ഥാന ഉപദേശങ്ങൾ നമ്മെ അറിയിച്ചിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലനാണ് എന്നുള്ളൊരു നഗ്ന സത്യം, പരമാർത്ഥ സത്യം നിങ്ങൾ ഉൾക്കൊള്ളാതിരിക്കല്ല. അപ്പോൾ തന്നെ വിചാരിക്കല്ല എനിക്കെന്തോ 12 മറ്റ് ശിഷ്യന്മാരുമായിട്ട് വിരോധമുണ്ടെന്ന്. ഞാൻ പോളിനെക്കാട്ടിൽ സത്യം പറഞ്ഞാൽ സ്നേഹിക്കുന്നത് മറ്റേ ശിഷ്യന്മാരെയാണ്, കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യന്മാരാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവരല്ല ക്രിസ്ത്യാനിറ്റി പ്രസംഗിച്ചത്, അവർ യഹൂദന്മാരാണ്. അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും അവർ പ്രസംഗിച്ചത് കർത്താവിന് വേണ്ടി മാർട്ടിയേഴ്സായി മരിച്ചവരാ, രക്തസാക്ഷികളായി മരിച്ചവരാ അവരൊക്കെ. പത്രോസും യാക്കോബും യോഹന്നാനും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. അവരോട് ഇഷ്ടക്കേടുണ്ടായിട്ടില്ല. ബട്ട് സത്യവചനം എന്താണ്, ദൈവിക പദ്ധതി എന്താണെന്ന് വിവേചിക്കാനുള്ള ആത്മീക പക്വത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. കർത്താവ് പൗലോസ് അപ്പോസ്തലൻ കൂടെ നമ്മളെ അറിയിച്ചിരിക്കുന്ന സ്വർഗീയ പദ്ധതിയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് എന്നുള്ളൊരു സ്വർഗീയ സത്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഇഫ് യു ടേക്ക് മോർ ദാൻ പോൾ, അതായത് 12 അപ്പോസ്തലന്മാർ കൂടെ പറഞ്ഞിരിക്കുന്നതും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങളിൽ കൂടി കർത്താവിൻ്റെ ലോകത്തിലെ മിനിസ്ട്രിയിൽ പറഞ്ഞിരിക്കുന്നതും യഹൂദനോട് പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളും പഴയ നിയമത്തിലെയും പ്രവാചക പുസ്തകങ്ങളിലെയും ഒക്കെ കാര്യങ്ങളെ നിങ്ങൾ ക്രിസ്ത്യാനിറ്റി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ മറച്ചു വെച്ചിരുന്നതും ആ കാലമായി കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ കൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു സ്വർഗീയ പദ്ധതിയിൽ വെള്ളം ചേർക്കുന്നവർ എന്ന കുറ്റം ദൈവം നിങ്ങളുടെ മേൽ ആരോപിക്കുന്നതിനിടയായിത്തീരും. അതിനെ പൊല്യൂട്ടഡ് ആക്കുന്നവർ, അതിനെ എന്താ പറയുന്നത്, അതിൽ മായം ചേർക്കുന്നവർ എന്നൊരു വലിയ കുറ്റം നിങ്ങളുടെ മേൽ ദൈവം ആരോപിക്കുന്നതിനിടയായിത്തീരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കണം. നാം എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടാൽ, വിശുദ്ധൻ ആ ഒരു ദൈവിക യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ ചേർക്കപ്പെട്ടാൽ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും നാം എല്ലാവരും ചെയ്തതിന് ഒത്തവണ്ണം പ്രാപിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതായിട്ട് വരും എന്ന് പറയുന്ന ആ ന്യായാസനത്തിൽ നിങ്ങൾക്ക് നിൽക്കുവാൻ അവസരം ലഭിച്ചാൽ ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതിന് അവസരം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ വെള്ള സിംഹാസനത്തിലെ ന്യായവിസ്താര സഭയിൽ നിൽക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ തെറ്റായി മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും വായിച്ച് കേൾപ്പിച്ചിട്ട് നിത്യ നരകത്തിലേക്ക് തള്ളുന്നതിനിടയായിത്തീരും. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പഠിക്കുവാനും ചിന്തിക്കുവാനും പഠിപ്പിക്കുവാനും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇഫ് യു ആർ ടേക്കിംഗ് മോർ ദാൻ പോൾ, യു വിൽ ബി ഡൈല്യൂട്ടിങ് പോൾസ് അപ്പസ്റ്റൽഷിപ്പ്.
പൗലോസ് അപ്പോസ്തലൻ്റെ ആ അപ്പോസ്തോലിക അധികാരത്തെ, അപ്പോസ്തോലിക ശുശ്രൂഷയെ നിങ്ങൾ വെള്ളം ചേർക്കുന്നവരായിട്ട്, ഡൈല്യൂട്ട് ചെയ്യുന്നവരായിത്തീരും എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇഫ് യു ടേക്ക് ലെസ് ദാൻ പോൾ, ചിലരൊക്കെ പറയാറുണ്ട് പൗലോസ് അപ്പോസ്തലൻ്റെ കാരാഗ്രഹ ലേഖനം എന്നറിയപ്പെടുന്ന, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലമോൻ എഴുതിയ ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഈ 4 ലേഖനങ്ങളാണ് കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതിയത്, റോമൻ കാരാഗ്രഹത്തിൽ. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും ക്രിസ്ത്യാനിറ്റി. അതിനു മുമ്പുള്ളത് കൂടുതലും ഒരു ജനറിക്കും യഹൂദീയ വിശ്വാസങ്ങളോടും ചേരുന്ന ഉപദേശങ്ങളാണെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു ഹൈപ്പർ ഡിസ്പെൻസേഷണൽ ഗ്രൂപ്പുണ്ട്. അത് ശരിയാണ്, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത്. ബട്ട് അവർ പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ കൂടി എഴുതിയിരിക്കുന്നതും കാരാഗ്രഹ ലേഖനങ്ങൾക്ക് ശേഷമുള്ള ലേഖനങ്ങളിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നതെന്നുമാണ്. ഇതെല്ലാം തെറ്റായിട്ടുള്ള പഠിപ്പീരുകളാണ്. മിഡ് ആക്ട്സ് ഡിസ്പെൻസേഷണൽ ഗ്രേസ് ഗോസ്പലിൽ കൂടിയാണ് ക്രിസ്ത്യാനിറ്റി കർത്താവ് നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ 13-14 അധ്യായങ്ങളിൽ, അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 13-14 അധ്യായങ്ങളിലാണ് തൻ്റെ ഒന്നാമത്തെ മിഷണറി യാത്ര. 13-ാമത്തെ അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, പരിശുദ്ധാത്മാവിനാൽ പൗലോസിനെയും ബർന്നബാസിനെയും ദൈവം നിയോഗിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുവാനായിട്ട് കൽപ്പിക്കുക. അങ്ങനെ അവരെ വേർതിരിച്ചതിന് ശേഷം ആ 13-14 അധ്യായങ്ങളിൽ ആ ഭാഗത്ത് കുപ്രോസിലും ഗലാത്യ സഭകളിലുമൊക്കെ ഏകദേശം 2-2.5 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ മിഷണറി ജേർണി, ഒന്നാമത്തെ മിഷണറി ജേർണി. അതിലൂടെയാണ് ജാതികളുടെ ഇടയിൽ ഈ ക്രിസ്ത്യാനിറ്റി ആദ്യം പ്രസംഗിച്ചു തുടങ്ങുന്നത്. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ചർച്ചുകൾ ആരംഭിക്കുന്നത് ഓൾമോസ്റ്റ് അവിടെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ കൂടിയാണ് അതിനുശേഷമാണ് ഈ ജെറുസലേം കൗൺസിൽ നടക്കുന്നതും ഈ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്ന ജനങ്ങൾ എന്ത് ചെയ്യണം, ന്യായപ്രമാണം അനുസരിക്കണോ, പരിച്ഛേദന ചെയ്യണോ, യഹൂദനുമായിട്ട് എങ്ങനെ ചേർന്ന് പോകാൻ പറ്റും, അവർ തമ്മിലുള്ള വലിയൊരു എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാകുന്നത്, നിങ്ങൾ പരിച്ഛേദനക്കാരുടെ ഇടയിലും ഞങ്ങൾ ജാതികളുടെ ഇടയിലും ശുശ്രൂഷിച്ചു കൊള്ളാം എന്നൊക്കെ പറയുന്നുള്ള ഒരു വലിയ എഗ്രിമെൻറ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നത്. ക്രിസ്ത്യാനിറ്റിയും യഹൂദിയ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അവിടെയൊക്കെ പഠിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ ദിവസങ്ങളിൽ നടക്കുന്ന തുറന്നോസിൻ്റെ പാഠശാല എന്ന സാറ്റർഡേസിലെ ബൈബിൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവർക്കെല്ലാം ഈ കാര്യങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിരിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ വസ്തുനിഷ്ഠമായിട്ട് കർത്താവ് പൗലോസ് അപ്പോസ്തലൻ കൂടെ ആരംഭിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അതിനു വേണ്ടിയിട്ട് ഒത്തിരി അപ്പോസ്തലന്മാരെ ഒന്നും തിരഞ്ഞെടുത്തിട്ടില്ല. ഒരേ ഒരാളാണ് ഈ പദ്ധതി പ്രസംഗിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നത്, ഫോർ ഐ സ്പീക്ക് ടു യു ജെൻഡൈൽസ് ഇൻ ആസ് മച്ച് ആസ് ഐ ആം ദ അപ്പോസ്റ്റൽ ഓഫ് ജെൻഡൈൽസ്, ഞാൻ ജാതികളുടെ അപ്പോസ്തലനായിരിക്കാൻ എന്ന് പറയുക. ഫോർ ഐ സ്പീക്ക് ടു യു ജെൻഡൈൽസ്, വളരെ സ്പെസിഫിക് ആയിട്ട് ജെൻഡൈൽസിനോട് സംസാരിക്കുന്ന കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് പറയുക. ഫോർ ഐ സ്പീക്ക് ടു യു ജെൻഡൈൽസ് ഇൻ ആസ് മച്ച് ആസ് ഐ ആം ദ അപ്പോസ്റ്റൽ ഓഫ് ജെൻഡൈൽസ് എന്ന് പറഞ്ഞ് പോൾ എഴുതുന്ന ഭാഗം നമുക്ക് കാണാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നത് കണ്ടിട്ടില്ലേ, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച്, എനിക്ക് ലഭിച്ച, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ലഭിച്ചതല്ല, നിങ്ങൾക്കായിട്ട് ജാതികളോട് പറയുക, എഫേസ്യയിലെ സഭയോട് പറയുക, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായിരിക്കുന്ന, എനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വ്യവസ്ഥ, ദൈവകൃപ, ദൈവിക റെവലേഷൻ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എനിക്ക് അതിലുള്ള ജ്ഞാനം എന്താണെന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാം. എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ആ ഒരു അബണ്ടൻസ് എന്താണ് എന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുമെന്ന് പറയുക. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. എന്നെ ദൈവം സഭയുടെ ശുശ്രൂഷകനാക്കിയിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവം എന്നെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുക. ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുക, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. ഹലോ, പൗലോസ് അപ്പോസ്തലനിൽ കൂടി ദൈവം തുടങ്ങിയിരിക്കുന്ന പകൽ വെളിച്ചം പോലെ ക്ലിയർ ആയിരിക്കുന്ന ഒരു 100 റെഫറൻസ് ഈ 13 ലേഖനത്തിൽ കൂടെ മാത്രം എടുത്തു കാണിക്കുവാൻ കഴിയുന്ന വണ്ണം പച്ച വെളിച്ചം പോലെ, പകൽ വെളിച്ചം പോലെ പരമാർത്ഥമായ ഒരു സംഗതിയായത്. അതിനെ മനസ്സിലാക്കാതെ നമ്മൾ പഴയ നിയമത്തിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നൊക്കെ യഹൂദന്മാരോട് പറഞ്ഞത്, ആ കാലഘട്ടത്തിൽ നമുക്ക് അവരോട് അടുക്കാൻ പറ്റത്തില്ല. നാം അവരോട് ചേരാതിരിക്കാൻ നടുവിലൂടെ വേർപാടിൻ്റെ നടുച്ചുവർ കെട്ടിയിരിക്കുക.
നമ്മുടെ നായ്ക്കൾ പോലും അവരുടെ നായ്ക്കളുമായിട്ട് ചേരാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ദൈവം വേർപെടുത്തിയിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും. ആ വാക്കിൻ്റെയൊക്കെ അർത്ഥം പിടികിട്ടുന്നുണ്ടോ? വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും. എങ്ങനെ? ഇതായിരുന്നു താങ്കളുടെ സ്ഥിതി. ഇന്ന് ഇന്ന് യഹൂദനൊന്നും യവനൊന്നുമില്ല. കാര്യം അത് മനസ്സിലാക്കിയത് പൗളിനാണ്. പൗലോസ് അപ്പോസ്തലൻ കൂടെ നമ്മളെ അറിയിച്ചതാ. ഈ കാലഘട്ടം യഹൂദനൊന്നും യവനൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ ഇതിനു മുമ്പൊരു കാലഘട്ടം ഉണ്ടായിരുന്നത് താങ്കൾക്ക് അവിടെ അടുക്കാൻ പറ്റത്തില്ല. യെരുശലേം ദേവാലയത്തിൽ ഒരു പോയിന്റ് ഉണ്ട്, അതിനപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ താങ്കളുടെ മരണത്തിന് താങ്കൾ ഉത്തരവാദിയാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. താങ്കൾക്ക് അടുക്കാൻ പറ്റത്തില്ല അവിടെ. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ കിടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഈ കാലഘട്ടത്തിൽ അത് ഇല്ല എന്നുള്ളത് ശരി. അതില്ല എന്നുള്ളത് താങ്കളോട് ആരാ പറഞ്ഞത്? പോൾ ത്രൂ ആയിട്ടാണ്. പൗലോസ് അപ്പോസ്തലൻ കൂടെ ദൈവം അറിയിച്ച ഒരു സ്വർഗീയ മർമ്മമാണ്. ഇപ്പോൾ യഹൂദനൊന്നും യവനൊന്നും ഇല്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഇതിനു മുമ്പൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടാകുമ്പോഴും അതിനുശേഷവും 3, 4, 5, 6, 7, 8 അധ്യായം വരെ, സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്ന അധ്യായം വരെ ഈ വേർപാടിന് നടിച്ചവർ ഇടിച്ചു കളഞ്ഞത് അവർക്ക് അറിയത്തില്ല. കർത്താവ് ക്രൂശിലാണ് ഈ വേർപാടിന് നടിച്ചവർ ഇടിയുന്നതെങ്കിലും അത് ഇടിച്ചത് നമ്മെ അറിയിക്കുന്നത് പോളിൽ കൂടാണ്. വേറെ ഒരുത്തർക്കും അത് അറിയത്തില്ല. അതുകൊണ്ടാണ് പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ പോലും പോകാതെ നിൽക്കുന്നത് 10-ാം അധ്യായത്തിൽ. ഞങ്ങൾക്കിവിടെ വരുന്നത് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ. എങ്ങനെ? ഇടിച്ചു കളഞ്ഞെങ്കിൽ പിന്നെ എന്ത് നിഷിദ്ധമാണ്? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലൻ കൂടെ എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്കായി വിശ്വസിക്കുന്ന ഏവർക്കും ഹല്ലേലൂയ കർത്താവിൽ കൂടെ ആ രക്ഷ കാൽവറിയിലൂടെ നിവർത്തിച്ചിരിക്കുന്ന ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ആഴമായ വിശ്വാസത്തിലും സമർപ്പണത്തിലും നാം എല്ലാവരും രക്ഷിക്കപ്പെടുന്ന ഒരു അതിമനോഹര കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇവിടെ യഹൂദനൊന്നും യവനൊന്നും ഒരു വ്യത്യാസവുമില്ല. നാം എല്ലാവരും ഒരുപോലെ. For by one spirit are we all baptized into one body. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി പരിശുദ്ധ ആത്മാവിനാൽ സ്നാനപ്പെടുത്തി നാം ആ സഭയുടെ ഭാഗമായി തീർന്നിരിക്കുക. അതിൽ വിശ്വസിക്കുന്ന നമുക്ക് എല്ലാവർക്കും നിത്യജീവനുണ്ട്. നാം എല്ലാവരും രൂപാന്തരപ്പെടും. നാം എല്ലാവരും ചേർക്കപ്പെടും. കണ്ണുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും കാഹളം ധരിക്കുമ്പോൾ ചേർക്കപ്പെടും. ഹല്ലേലൂയ. ആ വലിയ പ്രത്യാശയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേറെ ഉപദേശങ്ങൾ ബൈബിളിൽ ഉണ്ട്. അത് പറഞ്ഞിരിക്കുന്ന ജനം വേറെയാണ്. പഴയ നിയമം പറഞ്ഞിരിക്കുന്നതും അതിലെ ഉപദേശങ്ങൾ കൊടുത്തിരിക്കുന്നതും ദൈവജനത്തിന് വേണ്ടിയിട്ടാണ്. ദൈവം വിളിച്ചിട്ടിരിക്കുന്ന ജനമാണ്. ഇതിലൊന്നും തെറ്റാണെന്ന് തെറ്റായിട്ട് ഇതിനെ പഠിപ്പിക്കല്ല. കവർ ടു കവർ ദൈവിക അരുളപ്പാടാണ്. എന്നെ നിങ്ങളെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഒരു പ്രധാന കാലഘട്ടത്തിൽ 13 ലേഖനങ്ങളിൽ കൂടി നമ്മുടെ രക്ഷാകാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ് റോമാലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെ. അതിൻ്റെ അർത്ഥം ഇതൊന്നും ദൈവവചനം അല്ല എന്നല്ല. പ്ലീസ് ഡോണ്ട് ഗെറ്റ് മീ റോങ്. ഇത് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവിക അരുളപ്പാടുകളാണ്. ഇതെല്ലാം നമുക്ക് ബുദ്ധി ഉപദേശത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി തന്നിരിക്കുന്നത്. നമ്മുടെ രക്ഷാ പദ്ധതി പറഞ്ഞിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലനോട് അറിയിച്ചിരിക്കുന്ന 13 ലേഖനങ്ങളിൽ കൂടെ. അതിലെ വിശ്വാസത്താൽ ദൈവം നിങ്ങളെ വീണ്ടെടുക്കട്ടെ, നിങ്ങളെ രക്ഷിക്കട്ടെ, സ്വർഗീയ സന്തോഷം അനുഭവിപ്പാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ. ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഈ കാൽവറിയിലൂടെ നടന്ന രക്ഷണീയ പ്രവൃത്തിയെ പ്രസിദ്ധമാക്കുവാൻ സ്വർഗത്തിൻ്റെ അംബാസിഡേഴ്സായി യേശു ക്രിസ്തുവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി കർത്താവിന് വേണ്ടി ധൈര്യത്തോട് നിൽക്കുവാൻ ആത്മീക ധൈര്യം നിങ്ങളുടെ മേൽ പകരപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കടന്നു വന്ന എല്ലാവരും ദൈവം സഹായിക്കട്ടെ എന്ന്, ഒരുത്തരു പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവിക കൃപയിൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ. മാറാനാഥ, ഗ്രേസ് ബി വിത്ത് യു. മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം ദൂരെ മേഘപ്പാളി
ഭവനം മനോഹരം എന്താനന്ദം വർണ്ണ്യാതീതം സമ്മോദനം എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്ണ്യാതീതം സമ്മോദകം. പൊന്മണിമേടകൾ മിന്നുന്ന ഗോപുരം പൊന്മണിമേടകൾ മിന്നുന്ന ഗോപുരം പത്തും രണ്ടു രത്നക്കല്ലുകളാൽ തീർത്തതാം മന്ദിരം പത്തും രണ്ടു രത്നക്കല്ലുകളാൽ തീർത്തതാം മന്ദിരം കണ്ടെൻ കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശ്രു പൊഴിച്ചിടും കണ്ടെൻ കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശ്രു പൊഴിച്ചിടും എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്ണ്യാതീതം സമ്മോദനം എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്ണ്യാതീതം സമ്മോദനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ മക്കളാകുന്ന അടിയങ്ങൾക്ക് ഒന്നിച്ച് നിന്റെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവം ഒരുക്കി സാവകാശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ മക്കളാകുന്ന അടിയങ്ങൾക്ക് ഒന്നിച്ച് അങ്ങേ പാടി സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ പ്രാർത്ഥിപ്പാനൊക്കെയുള്ള കൃപ നീ അടിയങ്ങൾക്ക് തന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അടിയങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. അതോർത്ത് അടിയങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു കർത്താവേ. കർത്താവെ, വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ നിന്റെ ദാസനെ നീ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കേൾപ്പിക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അടിയങ്ങൾ കേൾക്കുന്ന വചനങ്ങളൊക്കെ അടിയങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറെ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ കർത്താവെ നീ അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. പിന്നെയും കർത്താവെ, നിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് മാനിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇപ്പോൾ അടിയങ്ങൾ പിരിയുന്നു. പിരിയാത്ത സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, അടികളോടും അടികളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, ലോകമെമ്പാടുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവരെയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപ എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അനേകരെ കർത്താവിലേക്ക് നേടുവാൻ ഒരു ആത്മഭാരമുള്ളവരായിരിക്കുവാൻ, സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെ ദൈവം പ്രത്യേക കൃപ നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാറാനാഥ, ഗ്രേസ് ബി വിത്ത് യു. എന്റെ ബലമായ കർത്തനിൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനിൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും